നമസ്കാരം, പാലക്കാട് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ എൻ്റെ കന്യാകുമാരി വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ സൺസെറ്റ് വരെയൊക്കെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസത്തെ ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ സോളോ ആയിട്ട് പോയിട്ടുള്ള ഒരു അമ്പലത്തിൽ വേണ്ടി പോയപ്പോഴത്തുള്ള സൺറൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ടും കുറച്ച് അതിലുണ്ടാവാം, പഴയ വീഡിയോസിലുണ്ടാവാം, എങ്കിലും അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് പോയതല്ല. ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോയപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയാണ് സൂര്യോദയം എന്നുള്ളത്. അങ്ങനെ ഇതിപ്പോൾ ഈ ഞാൻ സൂര്യോദയത്തിന് കാണാൻ വേണ്ടി നിന്ന സ്ഥലത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങനെ അമ്പലത്തിലൂടെ കയറിയപ്പോൾ അന്ന് രാവിലെ ശിവജയുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നേരെ റൂമിലെത്തിയതിന് ശേഷം രാവിലത്തെ ഭക്ഷണം എല്ലാവരും കഴിച്ചു. അവരെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ വന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഇന്നത്തെ ട്രിപ്പ് മുഴുവൻ വിവേകാനന്ദ പാറ അങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല തിരക്ക്, 100 രൂപയുടെ ടിക്കറ്റാണ് ഒരാൾക്ക് ഉണ്ടായിരുന്നത് വിവേകാനന്ദ പാറയ്ക്ക് പോകാനായിട്ട്. അത് ഭയങ്കര തിരക്കായതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈനിൽ ഈ സ്പെഷ്യൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഒരാൾക്ക് 300 രൂപ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നോക്കിയപ്പോൾ ഇവിടുത്തെ ഭയങ്കര തിരക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ ഭയങ്കര മോശമായിരുന്നു ഇത്ര സമയത്ത്. എന്താ വെച്ചാൽ നല്ല കാറ്റ്, കാരണം ബോട്ട് 7 മറ്റോ ഉണ്ടായിരുന്നത്, ഒരു 5 മറ്റോ ക്യാൻസൽ ചെയ്ത് 2 മറ്റോ ഓടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിലേ വന്നു. ഞങ്ങൾ തന്നെ ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ക്യൂ നിന്നിട്ടുണ്ട്, സ്പെഷ്യൽ എടുത്ത് വന്നിട്ട് അടക്കം. കാരണം അത്രയും തിരക്കായിരുന്നു. 100ൻ്റെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഇതാണ് അവസ്ഥ, ബുക്ക് ചെയ്യാത്തതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ കന്യാകുമാരി വരുന്ന ഈ വിവേകാനന്ദ പാറയ്ക്ക് പോകുന്ന ഭയങ്കര ഒരു വലിയ ടാസ്ക് ആയിട്ട് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം സമയം നമുക്ക് ഇതിൽ തന്നെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് വിവേകാനന്ദ പാറയുടെ ഈ ചരിത്രത്തിലോട്ട് വരാം. സ്വാമി വിവേകാനന്ദൻ 1892 ഇവിടെ വരുന്നത്. അന്ന് ഇന്നത്തെ പോലെ സാഹചര്യത്തിൽ അപ്പോൾ അദ്ദേഹം കടലിൽ നീന്തി കിടന്ന ഈ പാറയിൽ ധ്യാനിക്കുകയും 3 ദിവസം ധ്യാനത്തിലിരിക്കേണ്ടായി. അതിനുശേഷം ആണ് അദ്ദേഹം ഈ ഭാരതത്തിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചുള്ള ദർശനം അദ്ദേഹത്തിന് ലഭിച്ചത്. ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നത്. ഇവിടെ വന്ന് ധ്യാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം ചിക്കാഗോ പോയിട്ട് സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ഹിന്ദുധർമ്മത്തെ പാശ്ചാത്യ ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ കാണുന്നത് ദേവിയുടെ പാദമുള്ളൂ. ദേവി തപസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ അത് കണ്ടില്ലേ, ഇപ്പോൾ മുമ്പ് ഈ ബ്രിഡ്ജ് ഇല്ലായിരുന്നു. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, റീസെൻ്റായിട്ട് വന്നിട്ടുള്ള സംഭവമാണത്. ഈ തിരുവള്ളുവറിൻ്റെ സെപ്പറേറ്റ് സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഈ സുനാമിക്ക് വന്ന സമയത്ത് ആ സ്റ്റാച്ചു ഒരു എന്താ പറയുക, നെഞ്ചിൻ്റെ അടുത്തോളം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ട് അറിയില്ല. ഈ കാണുന്നത് കണ്ടല്ലോ ഗ്ലാസ് ബ്രിഡ്ജ്, താഴത്ത് നല്ല രസമുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ എന്താ പറയുക, പെട്ടെന്ന് താഴത്തേക്ക് നോക്കി തലചുറ്റാൻ നോക്കി ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ തലചുറ്റാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പെട്ടെന്നൊന്ന് കയറിയപ്പോൾ ഒന്നും ഇതായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴത്ത് വെള്ളം പോവുക, നമുക്ക് മോളിൽ നടക്കുമ്പോൾ ഒരു മനസ്സിലൊരു ചെറിയൊരു വിങ്ങലുണ്ടായിരുന്നു, ഒരു ഭയത്തിൻ്റെ ഒരു ഇത്. പിന്നീട് ശരിയായി. പക്ഷെ നല്ലൊരു ഇതായിരുന്നുള്ളൂ. ഇവിടെ ഈ പാറയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഈ ഇതിലുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവള്ളൂർ സ്റ്റേജിൽ പോയപ്പോൾ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള കാറ്റ്, ഭയങ്കരമായിട്ടുള്ള കാറ്റ്. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഭയങ്കര കാറ്റാന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് കാറ്റെന്ന് വേണമെന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന അമ്മയന്മാരൊക്കെ ഈ അവിടെ കമ്പിൽ പിടിച്ച് നിൽക്കുക. കാരണം അങ്ങനെ പറന്നു നിൽക്കുക. എൻ്റെ ഈ ഇത് കണ്ടില്ലേ, തൊപ്പിയൊക്കെ പറന്നു പോയത്, തൊപ്പിയൊക്കെ കൊണ്ട് പറന്നുപോയി എൻ്റെ. എന്നിട്ട് ഞാൻ പിടിച്ച് അപ്പുറത്ത് വീണ് കിടന്ന് വേഗം പോയി എടുത്താണ്. കാരണം അത്രയും കാറ്റും ശക്തമായിട്ട് കാറ്റ്, നമുക്കൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത്ര നല്ല കാറ്റുണ്ടായിരുന്നു എനിക്ക്. കുട്ടികളും പിന്നെ ഈ ഭാഗത്തേക്ക് വന്നില്ല, കാരണം നല്ല കാറ്റായതുകൊണ്ട്. ഈ ഭാഗത്ത് മാത്രം, പുറകിൽ അത്ര കാറ്റില്ല, പക്ഷേ ഈ ഭാഗത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അറിയാതിരിക്കാൻ എന്തായാലും പറ്റില്ല. അങ്ങനെ അവർ തന്നു. പിന്നെ ഞാനും പിന്നെ വേറെ ആരോ വന്നത് എൻ്റെ കൂടെ, ഞാൻ മാത്രമേ വന്നുള്ളൂ ഈ ഭാഗത്തേക്ക് കാറ്റിൻ്റെത് കൊണ്ട്. പിന്നെ കുട്ടികളും ജയനും ജയശ്രീയൊക്കെ താഴത്ത് നിൽക്കുകയായിരുന്നു. അവർ അപ്പുറത്ത് പോയി. അവർ ഇവിടേക്ക് ഇങ്ങോട്ട് വന്നോ എന്നുള്ള സംശയമാണ്. അങ്ങനെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം തിരിച്ചു നിന്നിട്ട് അതിലൂടെ റൗണ്ട് അടിക്കാൻ മടിച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന വഴി തന്നെ തിരിച്ചു പോയിട്ട് അവിടെ ഒരു എന്താ പറയുക, കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുവഴി താഴത്തോട്ട് പോവുക ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഇതിലൂടെ പോകുമ്പോൾ വീണ്ടും നല്ല കാറ്റല്ലേ, അതുകൊണ്ട് നേരെ തിരിച്ചിട്ട് പോയി. കാരണം അമ്മായിമ്മ ഇങ്ങോട്ട് വരാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവർ വന്ന വഴി തന്നെ തിരിച്ചു പോവുക ചെയ്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വിവേകാനന്ദ പാറയോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഫോട്ടോ ഒന്നും അലൗഡ് അല്ലോട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുവെന്ന് മാത്രം, കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തതെന്ന് മാത്രം. അങ്ങനെ ഈ കാണുന്ന തിരുവള്ളൂർ സ്റ്റാച്ചുവും മറ്റേ എന്താ പറയുക വിവേകാനന്ദ സ്മൃതി മണ്ഡപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര
പോവുകയാണ്, തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്, വന്നവിടേക്ക് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ലൈൻ നിൽക്കുന്ന സമയത്ത് എടുത്തുള്ള വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. കടലിൻ്റെ ഒരു സംഭവം നമുക്ക് കാരണം നമ്മുടെ പാലക്കാട് കടലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ വലിയ ഒരു, പിന്നെ മാത്രമല്ല ഈ കാണുന്ന മഹാസമുദ്രമാണല്ലോ, ഇന്ത്യൻ മഹാസമുദ്രമാണല്ലോ, ഇന്ത്യൻ ഓഷ്യനാണല്ലോ. അപ്പോൾ സാധാരണ കടലിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഇതിൻ്റെ തിരമാലകളും കാണാനും ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. സാധാരണ കടൽ പോലെയല്ല. പിന്നീട് അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വേറെ ബീച്ച്, സ്വത്തവില്ലെ എന്നുള്ള ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് വേറൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാണ്. ഇത് മഹാ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം, ഒരു മനുഷ്യനില്ല ആ ബീച്ചിൽ. ഒന്നാമത് ഡേഞ്ചർ ആയിട്ടുള്ള കടൽ പറഞ്ഞു വരികയാണെങ്കിൽ, കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു തിരുവള്ളൂരിൻ്റെ അവിടെ പോയി നല്ല കാറ്റാണ്, ഈ ഭാഗത്ത് നല്ല കാറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ കടൽപ്പാലത്തുമ്പോൾ ഇത് കെട്ടിയിട്ടുണ്ട്, എത്തിട്ട് മറ്റുള്ളവർക്ക് വണ്ടി തന്നെ ഇരുന്നു, പേടിച്ചിട്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല, കാണാൻ താല്പര്യമില്ലാതൊക്കെ ഇരുന്നു. പക്ഷേ ഞാനിത് എന്താ അറിയണം മറ്റും ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കാറ്റ്. പിന്നെ അവസാനം പിന്നെ കുട്ടികളും എല്ലാവരും കൊണ്ട് വന്നു, ജയനും പിന്നെ ജയശ്രീയും കുട്ടികളെ കൂടി വന്നു, ബീച്ചെല്ലാം കൊണ്ട് വന്നു. പക്ഷെ എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ട്, ശക്തമായിട്ട് കാര്യം ഭയങ്കര. പിന്നെ അവിടെയുള്ള ആൾക്കാരെ പറഞ്ഞു കടൽ ഭയങ്കര ഡേഞ്ചറാണ്, അവിടെ തൊട്ട് പോകണ്ടാന്ന് പറഞ്ഞു. കാണുമ്പോൾ തന്നെ അറിയാം കടലിൻ്റെ കണ്ടില്ലേ, എന്താ പറയുക, ഒരു ഇപ്പം ഇതില്ലേ ഈ കടൽ എന്താ ഒരു പ്രത്യേകിച്ച് നേരെ താഴത്തേക്കാണ് പോകുന്നത്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതല്ല സ്ഥലം കാണുന്നത്, നിരപ്പായിട്ടുള്ള ഒരു ഇതല്ല കാണുന്നത്, ഭൂമി കുറച്ച് കുഴിഞ്ഞിട്ടുള്ള ടൈപ്പാണ്. ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ആ ഭാഗത്ത് വരയ്ക്ക് തിരമാല വന്നതായിട്ട് അതിൽ കാണുന്നുണ്ട്, കാരണം നനഞ്ഞിരിക്കണം മണ്ണൊക്കെ. അപ്പോൾ എത്രയും ഫോഴ്സിൽ അവിടേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ഈ കാണുന്നില്ലേ, ആ ഒരു മണ്ണ് തിട്ട പോലെ കാണുന്നില്ലേ, അത് നല്ല താഴ്ചയുണ്ടല്ലോ, അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവിടേക്ക് വേണ്ടി ഇറങ്ങും, എനിക്ക് അവിടെ ഇറങ്ങിയാൽ കൊള്ളുന്നുണ്ടാവും. എന്നിട്ട് ഇറങ്ങി താഴത്തോട്ട് ഇറങ്ങി, ഈ കാണുന്നത് മണ്ണ് തിട്ട് കുറച്ച് താഴത്തോട്ട് ഇറങ്ങിപ്പോകണം, കാരണം അത്രയും കുറച്ച് ഇതുണ്ടായിരുന്നു. നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ തിരിച്ച് കയറാൻ പറ്റിയതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ നിന്നില്ല, കുട്ടികളും താഴത്തോട്ട് ഇറക്കാൻ നിന്നില്ല, കാരണം കുറച്ച് താഴ്ന്നിട്ടുള്ള കാണുന്നില്ല, കണ്ടില്ല തിരമാലയൊക്കെ നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു, കാരണം ഈ കടൽ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇത്, കാരണം കണ്ടില്ല ആരുമില്ല ആ ഭാഗത്ത് തന്നെ, ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ നിന്നില്ല, നനയ്ക്കാൻ നിന്നില്ല, പക്ഷേ ഇറങ്ങാൻ നിന്നില്ല, പേടിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്നത് താഴത്തോട്ട് പോകുന്ന ഒരു ഇതിലാണ് അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബീച്ച് കുഴപ്പമില്ല, അവിടെ സ്വത്തവില ബീച്ച് എന്നുള്ള സംഭവം കുറച്ച് നല്ലതായിരുന്നു, വലിയ ഡേഞ്ചറൊന്നുമില്ല, നല്ല കുട്ടികൾക്ക് നന്നായി കളിക്കാൻ പറ്റിയുള്ള ബീച്ചാണ്, വലിയ ഡേഞ്ചറായിട്ടുള്ള ബീച്ചല്ല. അതുപോലത്തെ ബീച്ച് കണ്ടില്ല, ഇത് കുറച്ച് ഫ്ലാറ്റാണ്, കണ്ടില്ലേ ഭൂമി. മറ്റേത് അങ്ങനെ കുറച്ച് കുഴിഞ്ഞിട്ടുള്ള ടൈപ്പാണ്, ശക്തമായിട്ട് തിരമാല. ഇത് കണ്ടില്ല, ഇതുപോലത്തെ തിരമാലയല്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങളിവിടെ നന്നായിട്ട് എൻജോയ്. പിന്നെ ഇവിടെ ഈ ബീച്ചിൽ പോയതിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കയ്യും കാലൊക്കെ കരിഞ്ഞിട്ടുള്ള കയ്യും മുഖവും നമ്മൾ ഈ ഷർട്ടിൻ്റെ ഉള്ള ഭാഗമല്ല, ബാക്കി ഭാഗം മുഴുവൻ കരിക്കട്ടെ ഉണ്ടെന്ന്. അതെൻ്റെ ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അത് പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല. എൻ്റെ മുഖമാണെങ്കിലും ശരി, എൻ്റെ കയ്യിൻ്റെതാണെന്ന് വെച്ചാൽ ആ കറുപ്പൊന്നും വിട്ട് പോയിട്ടില്ല. എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ, ഞാൻ മുമ്പ് ചെന്നൈയിലിരിക്കുന്ന സമയത്ത് ഒരു 2011 സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നെല്ലിയാമ്പതി പോയിട്ടുണ്ടായിരുന്നു. അത് നെല്ലിയാമ്പതി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ അങ്ങനെ പോയാണ്. അപ്പോൾ അവിടെ മാനമ്പാറ പോകാൻ വേണ്ടിയിട്ട് മല കയറിയിട്ട് പറഞ്ഞു. ഞാനൊന്ന് ബ്ലാക്ക് ടീഷർട്ടും ഒരു ജീൻസ് പാൻറ്റും ഇട്ടിരുന്നത്. അന്ന് മല വഴിയില്ലാത്തത്, വഴി വെട്ടിയിട്ട് പോവുക ചെയ്ത് മുകളിലോട്ട്. അപ്പോൾ നല്ല വെയിലുമായിരുന്നു. നമുക്ക് ഒന്നാമത് കാറ്റിൻ്റെ ഇതിൽ നമുക്ക് വെയിലിൻ്റെ ചൂട് അറിയില്ല. പക്ഷേ അന്ന് ഒരു കരിഞ്ഞത് കഴിഞ്ഞിട്ടാണ് ഞാൻ 1 മാസത്തോളമായി. അതിനുശേഷം ഞാൻ ഇപ്രാവശ്യമാണ് ഇത്രയും കറുത്ത് കരുവാളിച്ചത്. ഇപ്രാവശ്യം കന്യാകുമാരി പോയ ശേഷമാണ് ഇത്രയും എൻ്റെ കൈയും കിടക്ക് ഇത്രയും കറുത്തത്. അതിനുശേഷം ഇപ്പോഴാണ്, അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു സായിബാബയുടെ ഒരു അമ്പലമുണ്ട്. അതിനുശേഷം പിന്നെ ഈ കാണുന്നത് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലാണ് ഇത് കാണുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് സൺസെറ്റിലോട്ട് കാണാൻ. കാരണം ഞങ്ങൾ തലേദിവസം പോയപ്പോൾ കാണാൻ പറ്റും, കാരണം നല്ല മഴയും മറ്റൊക്കെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റി, കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല അന്തരീക്ഷമായിരുന്നു, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ സൺസെറ്റ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഒന്നാമത് ആ സമയത്ത്. കാരണം എന്താ വെച്ചാൽ തലേദിവസം നല്ല മഴയും മറ്റൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വരുന്നതിൽ നല്ല തിരക്കുണ്ടായിരുന്നു സൺസെറ്റ് കാണാനായിട്ട്. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ കന്യാകുമാരി പോയി നിർബന്ധമായിട്ട് കാണേണ്ട ഒരു ഇത് തന്നെയാണ് സൺറൈസ് സൺസെറ്റ് എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ സന്ധ്യാസമയത്തുള്ളത്, സൂര്യാസ്തമയത്തിന് ശേഷമുള്ള കടലാണ് നിങ്ങൾ കണ്ടു. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാനും ജയശ്രീ കൊണ്ട് പോയിട്ട് സൺറൈസ് കാണുന്നതാണ്. ഇത് വളരെ സ്പീഡാക്കിയിരിക്കുന്ന വീഡിയോസ്.
പതുക്കെ നമ്മൾ ഇതാ വരുന്നത്, സൂര്യൻ ഉദിച്ച് വരുന്നത്. അവൾക്ക് ഉദിച്ച് വരുന്ന കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടലിൽ നിന്ന് വരുന്ന കാണണം പറഞ്ഞപ്പോൾ നേരത്തെ വന്നതാണ്. നേരത്തെ വന്നിട്ട് നിങ്ങൾ ഇത് കണ്ടില്ലേ, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല രസമുണ്ടായി കാണാൻ. നമുക്ക് ഒരു നല്ലൊരു എന്താ പറയുക, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് സൂര്യോദയം അതുപോലെ തന്നെ സൂര്യ അസ്തമയം കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെ. നമ്മുടെ അവിടെ എവിടെ ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ സൂര്യോദയം കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പാലക്കാട്ടേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 11:30 മറ്റായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് കന്യാകുമാരിയോട് വിട പറയണം. പോകുന്ന വഴിക്ക് പിന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഈ ട്രെയിന് ഞങ്ങൾ വന്ന ട്രെയിനൊക്കെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു സാമാന്യന. അതുപോലെയല്ല, എന്തായാലും വലിയ ഡിലേ ഒന്നും ഉണ്ട്. മറ്റേതുപോലെ 5 മണിക്കൂർ ഡിലേ ഒന്നും ഈ ട്രെയിനിലില്ലായിരുന്നു. നല്ലൊരു ട്രെയിനായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മനോഹരമായിട്ട് അങ്ങനെ കന്യാകുമാരി യാത്ര മനോഹരമായിട്ട് നല്ലൊരു ഓർമ്മയോട് കൂടിയിട്ട് സമ്മാനിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടുത്തെ ഞങ്ങളവിടെ പോയപ്പോഴത്തുള്ള മനോഹരമായ ചില നിമിഷങ്ങളും ചിത്രങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കന്യാകുമാരി എന്തായാലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുവരെ അങ്ങനെ നമുക്കൊരു തീവ്രമായിട്ട് ഒരു ആഗ്രഹം എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നല്ല തീവ്രമായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ആ ദേവി എന്നെ നടത്തി തരുകയും ചെയ്തു. എനിക്ക് ഇവിടുത്തെ ഒരു സിമിലാരിറ്റി തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂകാംബ ക്ഷേത്രമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി എനിക്കിവിടെ തോന്നി. കാരണം എനിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അതേ അനുഭൂതിയാണ് എനിക്ക് കന്യാകുമാരി പോയപ്പോൾ ഉണ്ടായത്. അവിടെ പോകുമ്പോൾ ഒരു മാതൃഭാവമാണെങ്കിൽ എനിക്ക് ഇവിടെ പോകുമ്പോൾ ഒരു ചെറിയൊരു കുട്ടിയുടെ ഒരു ഭാവമാണ് എനിക്ക് തോന്നിയത്. അത് രണ്ടും ഒരു തന്നെ. അന്ന് ഇവിടുത്തെ ബാലാംബികയാണ്, അത് ത്രിപുര സുന്ദരി എന്ന് വെച്ച് പറയാം. എങ്കിലും നല്ലൊരു അതേ എനിക്ക് സെയിം ഫീലിംഗ് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ഇതിപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ സ്ഥലമൊക്കെ വളരെ മനോഹരമായിട്ട് സ്ഥലമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ബീച്ചും കോട്ടയൊക്കെ ആയിട്ട് നല്ല അന്തരീക്ഷം, നല്ല തെളിഞ്ഞ കണ്ടില്ല. പുറകിലൊക്കെ നോക്കും, നല്ല നീലാകാശം, നല്ല എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. പൊതുവെ നീല നിറത്തിലുള്ള ആകാശം കാണാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി യാത്ര എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ശ്രീരംഗവും തഞ്ചാവൂരും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. അതുപോലത്തെ ഒരു ഇത് തന്നെയാണ് ഇപ്രാവശ്യം ഇവിടെ എന്താ പറയുക കന്യാകുമാരി പോയപ്പോഴുണ്ടായത്. നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സ്പിരിച്വൽ ട്രിപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഉല്ലാസ ട്രിപ്പ് കൂടി ആയിട്ട് ഈ കന്യാകുമാരി ട്രിപ്പ് നമ്മൾ കണക്കാക്കി എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ അതിൽ ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അവിടെ പോയിക്കാൻ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചാനൽക്ക് വളരെ വില കുറവാണ്. വളരെ ചീപ്പായിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. ഭക്ഷണത്തിന് മാത്രം ഈ ഗ്യാസിൻ്റെ കൊണ്ട് കുറച്ച് വില കൂടിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയെല്ലാം വളരെ ചീപ്പാണ്. അപ്പോൾ കന്യാകുമാരി പോകാൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് കന്യാകുമാരി പോകും. അത് അവർ പറഞ്ഞിട്ടുള്ളത് മാർച്ച് മാസങ്ങൾ വന്നു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റും സൂര്യനെ. ഇത് ഒരു കോർണറിലായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് സെൻറ്ററിൽ കാണാൻ വെച്ചിട്ട് മാർച്ച് ഏപ്രിലെ സമയത്ത് വന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനാണ്. ഈ നമ്മൾ ഡ്രൈവർ, അതായത് നമ്മൾ സൺറൈസും കൊണ്ടുപോകുന്ന ചേച്ചിമാരാണ്, സ്ത്രീകളാണ് വണ്ടി ഓടിക്കുന്നത്, ബാറ്ററി കാറ്. അവർ പറഞ്ഞാണ് ഇങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞു, അതായത് മാർച്ച് ഏപ്രിൽ വരാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് വന്നു വെച്ചാൽ കറക്റ്റ് സെൻറ്ററിൽ കാണാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. ഇതിപ്പോൾ ഒരു കോർണറിലാണ്, കണ്ടില്ലേ. മറിച്ച് മറ്റേതാകുമ്പോൾ കറക്റ്റ് നടുവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുന്ന തോന്നും. അപ്പോൾ ഇനി ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് പൊക്കോളൂ. ഞാൻ പോയിട്ടില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എങ്കിൽ ഇനി അടുത്ത വർഷം ഇതുപോലെ പോകണമെന്നുണ്ട് മാർച്ച്. അതിന് ആ ദേവി തന്നെ അനുഗ്രഹിക്കട്ടെ, ആ ദേവിയുടെ വിളി വരുന്ന തീർച്ചയായിട്ടും പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനൊന്നും പ്രിപ്പയർ ചെയ്ത് പറഞ്ഞ് സംസാരിക്കുന്നതല്ല കേട്ടോ, എനിക്കപ്പോൾ തോന്നുന്ന കാര്യം പറയണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണുന്നവർക്ക് നിങ്ങളുടെ സ്വന്തം കൃഷ്ണ വിശ്വനാഥൻ, ഒരു സാധാരണ പാലക്കാടുകാരൻ.